കാർഷിക വാർത്തകൾ. കാപ്പി കർഷകരെ വലച്ച് തൊഴിലാളി ക്ഷാമം. വിളവെടുക്കാൻ കഴിയാത്തതിനാൽ കാപ്പിക്കുരു വീണ് നശിക്കുകയാണ്. കേരളത്തിൽ കാപ്പി ഉൽപ്പാദനത്തിന് മുന്നിലുള്ള ജില്ലയാണ് വയനാട്. എന്നാൽ ഇത്തവണ ഉൽപ്പാദനം ഇടിയുമെന്ന ആശങ്ക ശക്തമാണ്. വയനാട് ജില്ലയിൽ പലയിടത്തും കാപ്പിക്കുരു മൂപ്പെത്തിയിട്ടും വിളവെടുക്കാൻ തൊഴിലാളികളെ കിട്ടാത്ത അവസ്ഥയാണ്. ഗ്രാമീണ മേഖലയിലും വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്തെ കർഷകരുമാണ് തൊഴിലാളികളെ ലഭിക്കാത്തതിനെ തുടർന്ന് വിളവെടുപ്പ് നടത്താൻ കഴിയാത്ത അവസ്ഥയിലുള്ളത്. പാകമായ കാപ്പിക്കുരു വിളവെടുക്കാത്തതിനാൽ ഇവ ഉണങ്ങിപ്പൊട്ടി പരിപ്പ് വേർപെട്ട് കൊഴിഞ്ഞു വീഴുകയാണ്. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന മഴ, ഇരുണ്ട അന്തരീക്ഷവും കർഷകരെ ആശങ്കയിലാക്കുന്നുണ്ട്. കാപ്പിക്ക് നല്ല വിലയുണ്ടെങ്കിലും പറിച്ചു വിൽക്കാൻ സാധിക്കില്ലെന്നാണ് കർഷകർ പറയുന്നത്. കാപ്പി ഒരുമിച്ച് പഴുക്കാൻ നല്ല വെയിൽ കിട്ടേണ്ട ആവശ്യമാണ്. കീടങ്ങളുടെ ആക്രമണവും കർഷകരെ ദുരിതത്തിലാക്കുകയാണ്. കൂടാതെ മരപ്പട്ടി, കുരങ്ങ്, മാൻ, മയിൽ, കാട്ടാന എന്നിവയും ഒപ്പം മോഷ്ടാക്കളുടെ ശല്യവും രൂക്ഷമാണ്. വിളവെടുപ്പ് കാലത്ത് തൊഴിലുറപ്പ് പണികൾ നിർത്തിവെച്ച് തൊഴിലാളികളെ ലഭ്യമാക്കണമെന്ന് കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫി TV. ആഭ്യന്തര അടയ്ക്ക കർഷകർക്ക് വെല്ലുവിളിയായി ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ഉയരുന്നു. അവികസിത രാജ്യങ്ങളിൽ നിന്നുള്ള അടയ്ക്ക ഇറക്കുമതിക്ക് കസ്റ്റംസ് തീരുവ ഇല്ലാത്തത് ആഭ്യന്തര അടയ്ക്ക വിപണിയെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ഭൂട്ടാൻ, മ്യാൻമർ, ശ്രീലങ്ക തുടങ്ങിയ അവികസിത രാജ്യങ്ങളിൽ നിന്നും വൻതോതിലുള്ള അടയ്ക്ക ഇറക്കുമതി ഇന്ത്യയിലെ ആഭ്യന്തര അടയ്ക്ക വിപണിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. പ്രധാന ഉൽപാദന മേഖലകളിലെ കർഷകരെ സാരമായി ബാധിക്കുന്നതായി ദക്ഷിണ കന്നഡയിൽ നിന്നുള്ള MP ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌട്ട പാർലമെന്റിൽ ആരോപിച്ചു. ഇന്ത്യയുടെ ഡ്യൂട്ടി ഫ്രീ, ക്വാട്ട ഫ്രീ മുൻഗണനാ വ്യാപാര പദ്ധതി പ്രകാരം ഈ രാജ്യങ്ങൾക്ക് കസ്റ്റംസ് തീരുവയില്ല. അവികസിത സമ്പദ് വ്യവസ്ഥകളെ പിന്തുണയ്ക്കാൻ ഉദ്ദേശിച്ചുള്ള ഒരു വ്യവസ്ഥയാണിത്. എന്നാൽ ഇത് ഇന്ത്യൻ കർഷകരെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നതായാണ് ആരോപണം. 2023-24 ഏകദേശം 14 ലക്ഷം ടൺ ഉൽപാദനമാണ് ഇന്ത്യ നടത്തിയത്. ഇന്ത്യ അടയ്ക്ക ഉൽപാദനത്തിൽ പൂർണ്ണമായും സ്വയം പര്യാപ്തമാണ്. ഇതിൽ കർണാടക മാത്രം ഏകദേശം 10 ലക്ഷം ടൺ സംഭാവന ചെയ്തു. 2023 സെപ്റ്റംബറിനും 2024 ഓഗസ്റ്റിനുമിടയിൽ മൊത്തം അടയ്ക്ക ഇറക്കുമതി കയറ്റുമതിയുടെ 57% ഭൂട്ടാനിൽ നിന്നായിരുന്നു. മ്യാൻമാർ 39%, ശ്രീലങ്ക ഏകദേശം 2% ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 185, RSS 5 181, ലാറ്റക്സ് 126, ജാതിക്ക 330, ജാതിപത്രി 2100, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 200, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിഡ് 71,200, കുരുമുളക് അൺഗാർബിഡ് 69,200, ഏലക്ക 2,300 മുതൽ 2,400 വരെ, വെളിച്ചെണ്ണ 34,200, കൊപ്ര 22,000, ചുക്ക് 24,000.